സംസാരിച്ചത് എന്താ? ഞങ്ങള് തോന്നിയ പോലെ ഞങ്ങൾ ചെയ്യുന്നാണോ പറയാം? അങ്ങനെ തന്നെയാ പറഞ്ഞത്. മേയർക്ക് നടപടി എടുക്കുന്നത് ആലോചിക്കാന്ന് മനസ്സിലായോ? ഞങ്ങൾ തോന്നിയ പോലെ ചെയ്യുന്നു. മനസ്സിലായോ? നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യാനല്ല സാറേ കുപ്പായം. അല്ല എന്റെ സഹോദരി വരൂ, സംസാരിക്കാൻ പഠിക്കും. അങ്ങനെ തന്നെ പറഞ്ഞത്. അപേക്ഷ കെട്ട് വേണ്ട. തോന്നിയ പോലെ ചെയ്യുന്നാണോ പറയേണ്ടത്? തോന്നിയ പോലെ ചെയ്യുന്ന പറയാൻ ഇയാളാരാണ്? ഇയാളെത്തിനാണ് പിന്നെ കാക്കി കുപ്പായിട്ടിരിക്കുന്നത്? ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പൂങ്കുന്നം കൗൺസിലർ ആതിരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ രാജൻ ബല്ലൻ, തൃശൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ബല്ലനാണ് പോലീസിന്റെ ബസ്സിലേക്ക് കയറാതെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നതാണ്. ഇപ്പോഴും ഈ ബസ്സിന് മുന്നിൽ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുകയാണ് രാജൻ ബല്ലനെ ഇപ്പോൾ മുതിർന്ന നേതാക്കളും ഒക്കെ ഇടപെട്ടുകൊണ്ട് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് ഈ വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രാജൻ ബല്ലനും അറസ്റ്റിന് വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. പോലീസിനെ സംബന്ധിച്ച് ഇവർ ഒരു ബലപ്രയോഗത്തിലൂടെ തന്നെ, അതായത് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നത് പോലീസിനും വെല്ലുവിളിയാകുകയാണ്. പ്രത്യേകിച്ച് ഗവർണർ തൃശ്ശൂരിലേക്ക് എത്താനിരിക്കുന്നു, 2 മണിക്ക് ഗവർണറുടെ പരിപാടി നടക്കാനിരിക്കുന്നു. ആ സമയത്ത് അതിനുള്ളിൽ റോഡിൽ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ അതിന് മുന്നോടിയായി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യമിട്ടത്. പക്ഷെ അതിന് കഴിയുന്നില്ല. മേയർ ഗോവ ടൂർ, മേയർ സെക്രട്ടറി അടക്കമുള്ള ഒരു ഗോവ ടൂർ, മേയറുടെ പേരും സെക്രട്ടറി പേരും കൊലക്കുറ്റത്തിന് കേസെടുക്കാം. മേയർ സെക്രട്ടറി പേര് കൊലക്കുറ്റത്തിന് കേസെടുക്കാം. മേയർ ഗോവയിലാണ്. കൊലക്കുറ്റത്തിന് മേയർ ഗോവയില് ടൂർ പോയിരിക്കുന്നു. ഗോവയില് സെക്രട്ടറി അടക്കം ടൂർ പോയിരിക്കുന്നു. കൊലക്കുറ്റത്തിന് കേസെടുക്കണം. പ്രതിപക്ഷ നേതാവാണ്, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ബല്ലന്റെ പ്രതികരണമാണ് കേട്ടത്. മേയർ ഗോവയിലാണ്. മേയർക്കും സെക്രട്ടറിക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഇവരെല്ലാവരും ഉന്നയിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ അടക്കം എത്തി ഇവിടെ ചർച്ചകൾ നടത്തണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ പോലീസ് പറഞ്ഞത് എന്തായാലും ഈ സംഭവത്തിൽ കേസെടുക്കുന്നത് പരിഗണിക്കാം എന്നുള്ളത് ഇവർക്ക് വാക്കാൽ പോലീസ് ഉറപ്പ് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് വരിക്കാനുള്ള ഒരു നീക്കമടക്കം. ഇതിനെതിരെ സമാധാനപൂർവ്വം സമരം ചെയ്ത ബിജെപി പ്രവർത്തകരെ ഇവിടെ വലിച്ചെടുത്തിട്ടാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അവസാനം എന്നെ അവിടെ പിടിച്ചു വെച്ച് കൊണ്ടുപോയപ്പോ ഇവിടുത്തെ പോലീസുകാർ പറഞ്ഞാൽ തോന്നിയ പോലെ ചെയ്യുന്നതാണ്. ഇങ്ങനെയാണോ പോലീസുകാർ വേണ്ടത്? ഇങ്ങനെയാണോ പോലീസുകാർ വേണ്ടത്? അപമാനിക്കാനുള്ള ശ്രമം നടന്നു. അപമാനിക്കാനുള്ള ക്യാമറകൾക്ക് ചുറ്റും മീഡിയ സൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ ഡ്രസ് മാറിയിട്ട് വലിച്ചുകൊണ്ടാ നോക്കുന്നത്. ഒരു അപമാനിച്ച് ബിജെപിയുടെ വനിതാ കൗൺസിലർമാർക്കെതിരെ പോലീസ് രൂക്ഷമായ രീതിയിലുള്ള പെരുമാറ്റമാണ് ചെയ്തത്. അതിനെതിരെ ബിജെപി പ്രതികരിക്കാതെ പോലീസ് കാക്കിയിട്ട പോലീസ് പിണറായിക്കാണ് വേല ചെയ്യെങ്കിൽ ബിജെപി അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ മടിക്കില്ലെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സുരക്ഷ തരേണ്ട പോലീസുകാർ ഇങ്ങനെ സ്ത്രീകളോട് ഇങ്ങനെയാണോ പറയേണ്ടത്? തോന്നിയ പോലെ ചെയ്യുന്നു പറയാനായിട്ട് ഇവരാരാണ്? പിണറായിയുടെ പോലീസോ? ഇവര് കാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതിനോട് ഉത്തരവാദിത്തം പാലിക്കണം. അല്ലെങ്കിൽ വലിച്ചെഴുതലല്ല കൊണ്ടുപോകേണ്ടത് സ്ത്രീ പ്രവർത്തകരെ. സെക്രട്ടറി പേര് കേസെടുക്കാം. അല്ലാതെ സമരം അവസാനിപ്പിക്കില്ല. സമരം തുടരും. അനുജ, വലിയ പ്രതിഷേധം, ശക്തമായ പ്രതിഷേധമാണ് തൃശൂർ MG റോഡിൽ ഉയർന്നത്. ഇപ്പോൾ ബിജെപിയുടെയും കോൺഗ്രസിന്റെയും എല്ലാം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നു. അറസ്റ്റ് ചെയ്ത് മാറ്റി അവരെ കൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയൊരു പ്രതിഷേധം, ശക്തമായ പ്രതിഷേധമാണ് ഇതേ തുടർന്ന് ഉയർത്തിയത്. രാവിലെ ഈ അപകടം ഉണ്ടായത് മുതൽ തന്നെ ഈ റോഡിൽ കുഴിയിട്ട് മൂടി. ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ റോഡിലെ കുഴി അല്ല, അപകടമെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണം ഉണ്ടാകുന്നു. നേരത്തെയും ഒരു സ്ത്രീ ഈ MG റോഡിൽ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ MG റോഡിലെ കുഴിയിൽ വീണ ഒരു സ്ത്രീ അന്ന് മരിച്ചത്. അന്ന് വലിയ പ്രതിഷേധം ഉയർന്നു. തൊട്ടു പിന്നാലെ ആ റോഡ് അടയ്ക്കുകയും ചെയ്തു. പക്ഷേ തുടർച്ചയായി MG റോഡിലടക്കം പ്രധാന പാതയിൽ ഉണ്ടാകുന്ന കുഴി അത് ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴും ഈ അറ്റകുറ്റപ്പണി അടക്കം നടത്താത്തതാണ് വിശ്വത്തിനെ പോലുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പറയുന്നത്.